ഇന്ത്യയും ചൈനയും അടുത്ത മാസം ആദ്യം തന്നെ നേരിട്ടുള്ള യാത്രാവിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് റിപ്പോർട്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ വഷളായ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന്റെ ശ്രമഫലമായാണ് വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു. കേന്ദ്ര വ്യോമയാന മന്ത്രാലയമോ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനോ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയോ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ആഭ്യന്തര വിമാന കമ്പനികളോട് ചൈനയിലേക്ക് സർവീസ് നടത്താൻ തയ്യാറാകണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഓഗസ്റ്റ് 31 ടിയാൻജിനിൽ ആരംഭിക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന അഥവാ SCO ഉച്ചകോടിക്ക് തൊട്ടുപിന്നാലെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകാനാണ് സാധ്യത. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കോവിഡിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള നേരിട്ടുള്ള യാത്രാ വിമാന സർവീസുകൾ നിർത്തിവെച്ചത്. ഇതോടെ യാത്രക്കാർ ഹോങ്കോങ്, സിംഗപ്പൂർ വഴി ചൈനയിലേക്ക് പോകേണ്ട സ്ഥിതിയായിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% വരെ ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയ US-ന്റെ നടപടിക്ക് പിന്നാലെയാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ കൂടുതൽ അടുക്കുന്നത്. 2020 അതിർത്തി സംഘർഷത്തിനു പിന്നാലെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായിരുന്നു. കേരള തീരത്ത് അറബിക്കടലിൽ AS സിയൽസ 3 എന്ന ചരക്കുകപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മറ്റൊരു കപ്പൽ കൂടി അറസ്റ്റ് ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവ്. നിലവിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ടിട്ടുള്ള MSC പലേർമോ എന്ന കപ്പൽ അറസ്റ്റ് ചെയ്യാനാണ് ജസ്റ്റിസ് S ഈശ്വരന്റെ ഉത്തരവ്. മുങ്ങിയ കപ്പലിലെ അവശിഷ്ടങ്ങളിൽ തട്ടി തങ്ങളുടെ വലകളും അനുബന്ധ മത്സ്യബന്ധന ഉപകരണങ്ങളും നശിച്ചുവെന്നു കാട്ടി 4 ബോട്ടുടമകൾ നൽകിയ അഡ്മിറാലിറ്റി ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. കശുവണ്ടി വ്യാപാരികളും മറ്റും നൽകിയ സമാന ഹർജികളിൽ 2 കപ്പലുകൾ അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടിരുന്നു. നേരത്തെ കപ്പൽ അപകടത്തിൽ 9,531 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അഡ്മിറാലിറ്റി സ്യൂട്ട് ഫയൽ ചെയ്തിരുന്നു. തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് 14.3 നോട്ടിക്കൽ മൈൽ അകലെയാണ് MSC എൽസ 3 കപ്പൽ മുങ്ങിക്കിടക്കുന്നത്. ഈ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകളും ചരക്കുകളും വെള്ളത്തിലൊഴുകി നടക്കുന്ന സ്ഥിതിയുണ്ടായിരുന്നു. മത്സ്യബന്ധനത്തിൽ പോയ തങ്ങളുടെ ബോട്ടിലെ വലയും വടവും അടക്കമുള്ള ഉപകരണങ്ങൾ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറിൽ തട്ടി നശിച്ചുപോയെന്ന് ബോട്ടുടമകൾ പറയുന്നു. ഇത് സംബന്ധിച്ച് പോലീസിലടക്കം പരാതി നൽകിയിട്ടുണ്ട്. വലയുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും തുകയും മത്സ്യബന്ധനം മുടങ്ങിയതിലുള്ള നഷ്ടവും കോടതി ചെലവും അടക്കം 1.30 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി ബോട്ടുടമകൾ കാണിച്ചിരിക്കുന്നത്. അതിനിടെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട നഷ്ടപരിഹാര തുക നൽകാനാവില്ല എന്ന നിലപാടിൽ മെഡിറ്ററേനിയൻ കപ്പൽ കമ്പനി നിലപാട് മാറ്റിയിട്ടില്ല. കപ്പൽ അപകടം കാരണം സമുദ്ര പരിസ്ഥിതിക്ക് നാശമുണ്ടായിട്ടില്ല. അഡ്മിറാലിറ്റി സ്യൂട്ട് നൽകാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല. കപ്പൽ അപകടം സംഭവിച്ചത് സംസ്ഥാനത്തിന്റെ സമുദ്ര അധികാര പരിധിക്ക് പുറത്താണ്. മത്സ്യബന്ധന നിരോധനം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിനാണ് അധികാരം തുടങ്ങിയ കാര്യങ്ങളാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച കേസ് പിന്നീട് പരിഗണിക്കും. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ നടത്തിയ ഇന്ത്യക്കെതിരെയുള്ള ഭീഷണിപ്പെടുത്തലിന് കേന്ദ്ര സർക്കാർ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ലോക്സഭാ അംഗം അസദുദ്ദീൻ ഉവൈസി വിഷയത്തിൽ വിദേശകാര്യ മന്ത്രാലയം നടത്തിയ പ്രസ്താവന അപര്യാപ്തമാണെന്നും സായുധസേനയെ ആധുനികവൽക്കരിക്കണമെന്നും ഉവൈസി പറഞ്ഞു. അസീം മുനീറിന്റെ പരാമർശത്തെ അപലപിച്ച ഉവൈസി കേന്ദ്ര സർക്കാർ US സർക്കാരിനോട് ഔദ്യോഗിക പ്രതിഷേധം അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്നായിരുന്നു US-ൽ വെച്ച് അസീം മുനീർ ഭീഷണി മുഴക്കിയത്. അസീം മുനീർ ഒരു തെരുവ് ഗുണ്ടയെപ്പോലെയാണ് സംസാരിക്കുന്നത്. ഇന്ത്യ അമേരിക്കയുടെ തന്ത്രപരമായ പങ്കാളിയാണ്. എന്നാൽ അസീം മുനീർ US-ൽ വെച്ച് നടത്തിയ പരാമർശങ്ങൾ അസ്വീകാര്യമാണ്. പാകിസ്ഥാന്റെ ഉദ്ദേശം വ്യക്തമാണ്. ഇത് ഇന്ത്യയുടെ സായുധ സേനയെ ആധുനികവൽക്കരിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. പ്രതിരോധ വകുപ്പിന് അനുവദിക്കുന്ന കുറഞ്ഞ ബഡ്ജറ്റ് എന്ന മോദി സർക്കാർ നയം ഇനി തുടരാനാവില്ല. നമ്മൾ കൂടുതൽ തയ്യാറെടുക്കേണ്ടതുണ്ട്, ഉവൈസി പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി AV ഗോവിന്ദനെതിരായ പരാമർശത്തിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിക്കെതിരെ DYFI രാഷ്ട്രീയ ഉള്ളടക്കമുള്ള വിമർശനമാണ് ഉന്നയിച്ചതെന്നും ധൈര്യമുണ്ടെങ്കിൽ രാഷ്ട്രീയമായി മറുപടി പറയണമെന്നും DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. ഉന്നയിക്കപ്പെട്ട വിമർശനങ്ങളിൽ ആത്മാർത്ഥമായ മറുപടി പറയാൻ പുരോഹിതന്മാർക്ക് കഴിവുണ്ടോ എന്നും സനോജ് ചോദിച്ചു. നേതാവിന്റെ പ്രസ്താവനയ്ക്കനുസരിച്ച് ആ സമൂഹം കൂടെ അണിനിരക്കുമെന്ന വ്യാമോഹം ഇവർക്കു വേണ്ടെന്നും RSSന് സന്തോഷമുണ്ടാക്കുന്ന പ്രസ്താവനയായിട്ടേ ഇത്തരം ജൽപ്പനങ്ങളെ കാണുന്നുള്ളൂവെന്നുമാണ് സനോജ് പറഞ്ഞത്. നേരത്തെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ മാർ ജോസഫ് പാംബ്ലാനിക്കെതിരെ MV ഗോവിന്ദൻ നിലപാടെടുത്തതോടെ തലശ്ശേരി അതിരൂപതയും വാക്കുകൾ കടുപ്പിച്ച് രംഗത്തെത്തിയിരുന്നു. മാർ പാംബ്ലാനി തികഞ്ഞ അവസരവാദിയാണെന്ന പരാമർശത്തോട് അവസരവാദം ആപ്തവാക്യമായി സ്വീകരിച്ച ആളാണ് ഗോവിന്ദൻ എന്നായിരുന്നു അതിരൂപതയുടെ പ്രതികരണം.
പാംപ്ലാനിയെപ്പോലെ ശക്തനായ അവസരവാദി വേറെയില്ലെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തളിപ്പറമ്പിൽ പ്രസംഗിച്ചത്. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ BJPക്കെതിരെ പറഞ്ഞ പാംപ്ലാനി ജൽബരം കിട്ടിയപ്പോൾ സ്തുതി പാടിയെന്നും MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. ഗോവിന്ദചാമി സംസാരിക്കുന്നത് പോലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംസാരിക്കരുതെന്നും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയൽ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് മാർ പാംപ്ലാനിക്കെതിരെ DYFI നിലപാട് കടുപ്പിച്ചത്. DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞത് മാർ പാംപ്ലാനിക്ക് നിയമമുള്ളവരുടെ അവസ്ഥ വരുമെന്നായിരുന്നു. ഓൺലൈൻ മദ്യലഭന സർക്കാരിന് ഹാനികരമാണെന്ന എക്സൈസ് മന്ത്രിയുടെ കർശന സ്റ്റാറ്റ്യൂട്ടറി മുന്നറിയിപ്പോടെ ബെഫ്കോ MD ഹർഷിത അട്ടല്ലൂരിന്റെ ശുപാർശ തൽക്കാലം ഡ്രൈ ആയി തന്നെ തുടരും. തിരഞ്ഞെടുപ്പുകൾ ആസന്നമായിരിക്കെ സാമുദായിക സംഘടനകളിൽ നിന്നുൾപ്പെടെ എതിർപ്പുയർന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടാണ് മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകിയതെന്നാണ് റിപ്പോർട്ട്. മുൻപും പലവട്ടം ബെഫ്കോയുടെ ഭാഗത്തുനിന്ന് ശുപാർശകൾ വന്നിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം വിവാദമുയർന്നിരുന്നില്ല. മന്ത്രി നിലപാട് വ്യക്തമാക്കിയതിനു ശേഷവും ബെഫ്കോ MD കാര്യകാരണ സഹിതം വിശദീകരിച്ച് നിലപാടിൽ ഉറച്ചുനിന്നതോടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലുണ്ടായത്. മന്ത്രിക്ക് മുകളിലല്ല ഒരു ഉദ്യോഗസ്ഥനെന്നും MB രാജേഷ് പ്രതികരിച്ചത് അസ്വാരസ്യങ്ങളുടെ സൂചനയാണെന്നും റിപ്പോർട്ടുണ്ട്. അതേസമയം ഓൺലൈൻ മദ്യവിൽപ്പന സംബന്ധിച്ച് സർക്കാരിന്റെ അറിവില്ലാതെ ഹർഷിത അട്ടല്ലൂരി പോലെ സീനിയറായ ഉദ്യോഗസ്ഥ പ്രസ്താവന നടത്തുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ അഭിപ്രായപ്പെടുന്നത്. ഏതൊക്കെ കോണുകളിൽ നിന്ന് എതിർപ്പുയരുമെന്ന് പരിശോധിച്ചുറപ്പിക്കാനുള്ള നീക്കമായും ഇത് വിലയിരുത്തപ്പെടുന്നുണ്ട്. മദ്യ ഉപഭോഗം ഘട്ടം ഘട്ടമായി കുറയ്ക്കുകയെന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാലും 9 വർഷത്തിനുള്ളിൽ 818 ബാറുകളാണ് സംസ്ഥാനത്ത് പുതുതായി പ്രവർത്തനം ആരംഭിച്ചത്. 2016 മാർച്ച് 31-ന് 29 ബാറുകളാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത്. എന്നാൽ 2025 ജനുവരി 31-ലെ കണക്കനുസരിച്ച് ബാറുകളുടെ എണ്ണം 847 ഉയർന്നു. അതായത് പ്രതിവർഷം ശരാശരി 90 ബാറുകളാണ് ആരംഭിച്ചത്. 278 ബെവ്കോ ഔട്ട്ലെറ്റുകൾക്ക് പുറമെയാണിത്. കോവിഡ് കാലം മുതൽ ഓൺലൈനായി മദ്യം വിൽക്കുന്നത് സംബന്ധിച്ച ബെവ്കോ സർക്കാരിലേക്ക് ശുപാർശ നൽകാറുണ്ട്. 2020-ൽ ബെവ്ക്യൂ ആപ്പ് ഇതിനായി സജ്ജീകരിക്കുകയും ചെയ്തിരുന്നു. ഓൺലൈൻ വിൽപ്പനയിലൂടെ ബെവ്കോയ്ക്ക് മികച്ച വരുമാനം ഉറപ്പാണെങ്കിലും ബാർ വ്യവസായത്തെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. 2021-ൽ യോഗേഷ് ഗുപ്ത ബെവ്കോ MD ആയിരുന്നപ്പോഴും ഇത് സംബന്ധിച്ച് ശുപാർശ നൽകിയിരുന്നു. സ്വിഗ്ഗി പോലുള്ള കമ്പനികളുമായി ചേർന്ന് മദ്യം വീടുകളിൽ എത്തിക്കുന്ന തരത്തിലായിരുന്നു ശുപാർശ. എന്നാൽ അന്നും പല കോണുകളിൽ നിന്നുള്ള എതിർപ്പ് മൂലം സർക്കാർ പിന്മാറി. എക്സൈസ് മന്ത്രിയായിരുന്ന TP രാമകൃഷ്ണൻ യോഗേഷ് ഗുപ്തയുമായി സംസാരിച്ച ബെവ്കോയുടെ നീക്കത്തിന് തടയിടുകയായിരുന്നു. ബെവ്കോ ഉദ്ദേശിക്കുന്നത് പോലെ മദ്യം വീടുകളിൽ എത്തിക്കുന്നതിന് അബകാരി ചട്ടം ഭേദഗതി ചെയ്യുന്നതുൾപ്പെടെയുള്ള നിരവധി കടമ്പകളാണ് കടക്കേണ്ടി വരുന്നത്. നിലവിൽ സംസ്ഥാനത്ത് ഒരാൾക്ക് കൈവശം വയ്ക്കാൻ കഴിയുന്നത് 3 ലിറ്റർ മദ്യമാണ്. ഓൺലൈൻ വിൽപ്പന സംബന്ധിച്ച് തീരുമാനമായാൽ വിതരണം ചെയ്യുന്ന ആൾ അതിൽ കൂടുതൽ മദ്യം എന്തായാലും കയ്യിൽ വെക്കേണ്ടി വരും. ഇതിനുൾപ്പെടെ ചട്ടം ഭേദഗതി ചെയ്യേണ്ടി വരുമെന്ന് അധികൃതർ പറഞ്ഞു. ബെവ്കോ MD വഴി അപേക്ഷ എക്സൈസ് കമ്മീഷണർക്ക് നൽകിയത് എക്സൈസ് മന്ത്രിയുടെ ശുപാർശയുടെ മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് തീരുമാനമെടുക്കേണ്ടതായി വരും. ചട്ടം ഭേദഗതി ചെയ്ത് ഓർഡറിംഗ്സ് ആക്കി ഗവർണർ അംഗീകരിച്ചെങ്കിൽ മാത്രമേ പദ്ധതി നടപ്പാകുകയുള്ളൂ. തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ തിടുക്കപ്പെട്ട ഇത്തരം നടപടികൾ ഒന്നും സ്വീകരിക്കില്ല എന്ന് സർക്കാർ വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നതോടെ മദ്യവിൽപ്പന ഓൺലൈൻ തന്നെ തുടരും.